തിരുവഞ്ചൂരാണ് ഇന്നത്തെയും സഭയിലെ താരം. തിരുവഞ്ചൂർ സഭയെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചത്. തിരുവഞ്ചൂർ പറഞ്ഞു തുടങ്ങിയപ്പോൾ PC വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടവും പൊട്ടിച്ചിരിക്കുന്നതും സഭയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കണക്കിന് കൊടുക്കുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതായത് ഒരു പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് തിരുവഞ്ചൂർ ചില കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്. ശേഷം സ്പീക്കറോട് വെറുതെ ഇങ്ങനെ ചിരിച്ചിരുന്നാൽ മാത്രം പോരാ എന്ന തരത്തിൽ ഈ പുസ്തകം കൂടി ഒന്ന് വായിക്കണമെന്ന് പറയുന്നുണ്ട്. ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച തിരുവഞ്ചൂരിന്റെ വീഡിയോ കാണാം. പ്രധാനപ്പെട്ട പ്രശ്നം അപ്രോച്ചിന്റെ പ്രശ്നമാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഫലം നമ്മൾ നടത്തുമ്പോൾ ബഹുജനങ്ങളുടെ കാര്യമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു തോന്നലുണ്ടാകണം. ഈ ധനകാര്യ ബില്ലിനകത്ത് ആ തോന്നൽ കാണുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. സാർ, ധനകാര്യ ബില്ലിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മളുടെ സംസ്ഥാനത്തെ നെല്ല് സംഭരണം സാർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? പട്ടിണി പാവങ്ങളുടെ സർക്കാർ കാർമേഘം മേളിൽ കാണുമ്പോൾ അവൻ്റെ നെഞ്ച് ഉരുകയാണ്. എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും സാർ? ആ പ്രദേശത്തൂടെ മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുമോ സാർ? ഈ ധനകാര്യ ബില്ലിനകത്ത് അതിന്റെ ഏതെങ്കിലും ഒരു അംശം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടത്. സാർ, ഇവിടെ നമ്മുടെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിന്റെ ചാർജുള്ള മന്ത്രി അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ലെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. ഇത് പ്രതിപക്ഷ ഭരണകക്ഷി തർക്കമല്ല. എന്തോ സാർ, കോട്ടയത്ത് ജെ ബ്ലോക്കിലെ നെല്ല് സംഭരണല്ലേ കോട്ടയത്ത്? അതൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞതാണ്. അല്ല, ഞാൻ മറുപടിയല്ല, ഞാൻ ഇതിനകത്ത് പരിഹാരം ഉണ്ടാകും. ഇവിടെയല്ലേ അവസാനമായിട്ട് ഇത് പാസ്സാക്കാൻ പോകുന്നത്? ഇവിടെയല്ലേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടത്? കോട്ടയം എന്നല്ലേ സാർ? പാലക്കാട് സാർ, തലശ്ശേരിയിലും ഉണ്ട്. അതാണ് ഈ കുഴപ്പം. അവിടെ കൂടെ നെല്ല് വരട്ടെ, എങ്കിലെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ സാർ. കണ്ണൂർ എന്തെങ്കിലും കിളിത്തിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ എന്നാണ് പൊതുവെ ജനങ്ങളും പറയുന്നത്. അത് പോട്ടെ, അത് ഇതിന്റെ ലൈക്ക് സൈറ്റ് എടുത്താൽ മതി സാർ. ഇവിടെ അതിനൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ആ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണ്ടേ സാർ? ഇവിടെ നമ്മുടെ ധനകാര്യ ബില്ലിനകത്ത് ടാക്സ് കൂട്ടുകയാണ്, നിർദ്ദയമായ രൂപത്തിലുള്ള ടാക്സിന്റെ വർധനമാണ് സാർ. അത് നീതീകരിക്കത്തക്ക വിധത്തിലുള്ളതാണ് സാർ. ഇപ്പൊ വന്ന് ഇവിടെ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മളുടെ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു. ആ പുസ്തകത്തിനകത്ത് ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് സാർ. ഇന്നലെ ഇറങ്ങിയ വേറൊരു പുസ്തകമുണ്ട് സാർ. ഇന്നലെ ഇറങ്ങിയ ഒരു പുസ്തകത്തിനകത്ത് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ഇവിടെ ബംഗാളിനെ കുറിച്ചാണ്. ബംഗാളിൽ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയതാണ്. ആ പുസ്തകത്തിനകത്ത് നിങ്ങൾ എങ്ങനെ തകർന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തകരാതിരിക്കാൻ ഇതെങ്കിലും നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ തകർന്ന് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. നിങ്ങൾ തകർന്നാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അങ്ങനെ തോപ്പിക്കാൻ ശ്രമിക്കാൻ ഒന്നുമല്ല. നിങ്ങൾ ചോദിക്കുന്നിടത്തൊക്കെ പിടിച്ച് നിന്നാൽ എവിടെ നിന്നാൽ ഇതിനപ്പുറത്തൊക്കെ ഒന്നും പോകില്ലല്ലോ. എന്നാലും നിങ്ങൾ നിൽക്കാവുന്നിടത്തോളം നിന്നോ. ഞങ്ങൾ നിങ്ങൾക്കെതിരില്ല. നിങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് കേരളത്തിന്റെ സഹപർവ്വത കഴിച്ചെങ്കിലേ നിങ്ങൾ കൈ തരൂ. അല്ല, അങ്ങ് ബുക്ക് വായിക്കുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ നന്നായി മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഈ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട പ്രശ്നങ്ങൾ കൂടി, ഈ ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം സാർ. ഇവിടെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇന്ന് രാവിലെ നമ്മളുടെ ഇവിടെ ശ്രീ VN വാസവൻ ഇവിടെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ നടപടിയൊക്കെ കറക്റ്റാണ്. പക്ഷേ അതിന്റെ ഫൈനാലിറ്റി വരുമ്പോഴേക്കും വിഷമത്തിലാണ് സാർ. എന്റെ അടുത്ത് തന്നെ 4-5 ആളുകൾ വന്നു. 3 സെന്റ് താഴെയുള്ള ഭൂമിയാണ് നിഷ്കരണമായി ജപ്തി ചെയ്യുകയാണ്, നോട്ടീസ് കൊടുക്കുകയാണ് സാർ. അവരെ വിരട്ടുകയാണ് സാർ. അവിടെ വന്ന അങ്ങനെയുള്ള വാർത്ത കേട്ട് ദുഃഖിച്ച് വരുമ്പോഴാണ് ഈ തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട അമ്മ വീടിന്റെ പുറത്ത് വായു പിരിച്ച് കിടക്കുകയാണ് സാർ. ഇത് പാവപ്പെട്ടവരെ സഹായിക്കണതല്ലേ, സാധുക്കൾക്ക് വേണ്ടിയുള്ളതല്ലേ ഈ ഭരണമാകേണ്ടത്? അതേസമയം അതിനൊന്നും ഒരു പരിഗണനയും കൊടുക്കാത്തുള്ള നിലയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആകും, കുറച്ചുകൂടി ജനങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൽ പോകും. അതിന്റെ ഒരു പ്രതിഫലനം ഈ അപ്രോച്ചിലുണ്ടാകട്ടെ. അതല്ലാതെ വലിയ കാര്യങ്ങളെ കുറിച്ച് പറയുകയും ചെറിയ കാര്യം പോലും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിഷ്ഠൂരമായ സമീപനത്തോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ വിയോജനക്കുറിപ്പിന്റെ സാരാംശം.